ദക്ഷിണ ഏഷ്യയിലെ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാണ് നേപ്പാൾ. 240 വർഷക്കാലത്തോളം രാജാവിൻ്റെയും രാജഭരണത്തിൻ്റെയും കീഴിലായിരുന്ന നേപ്പാൾ 2008 മെയ് മാസം 8-ാം തീയതിയാണ് ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമായിട്ട് മാറിയത്. ഈ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഹിമാലയൻ റീജിയൻ എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതലമാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ 8 കൊടുമുടികൾ ഈ നേപ്പാൾ രാജ്യത്തിലാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848 മീറ്റർ ഉയരമാണ്. അതിനുശേഷം വരുന്നത് മിഡിൽ ഹിൽ ഏരിയയാണ്, അതായത് മലമ്പ്രദേശമാണ്. പക്ഷേ എന്നാൽ ഹിമാലയം പോലെ അത്ര ഉയർന്ന മലമ്പ്രദേശമല്ല, എന്നാൽ താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിന് താഴെ ആണ് വരുന്നത് സമതല പ്രദേശം എന്ന് പറയുന്നത്. ഈ സമതല പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഈ നേപ്പാൾ രാജ്യത്തിലെ ഭൂപ്രകൃതിയിൽ 40% വനഭൂമിയും അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളുമാണ്. നേപ്പാളിൻ്റെ ഈ ഭൂമി പ്രദേശത്തിൽ വെറും 20% മാത്രമാണ് കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും എത്രത്തോളം ദാരിദ്ര്യം ഈ കൊച്ചു രാജ്യത്തെ ഗ്രസിച്ചിട്ടുണ്ട്. ഈ നേപ്പാളിലെ ജനസംഖ്യയിൽ 1/4 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ജീവിതത്തിൽ നേപ്പാളി 150 രൂപ പോലും സമ്പാദിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കണക്കിൽ പറഞ്ഞാൽ 90 രൂപയോളം പോലും സ്വന്തമായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കാത്ത 25% ജനസംഖ്യ നേപ്പാളിലുണ്ട്. നമുക്ക് ചിന്തിക്കാവുന്നതിലുമൊക്കെ ഒത്തിരി അപ്പുറത്താണ് നേപ്പാളിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ്. സാധാരണ ജീവിതത്തിൽ പട്ടിണി കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കാനായിട്ട് പലപ്പോഴും അവർ നിർബന്ധിതരാകാറുണ്ട്. പാവപ്പെട്ട ചപ്പാങ് എന്നറിയപ്പെടുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ CSTHമാർ കഴിഞ്ഞ 58 ദിവസങ്ങളായിട്ട് അരി, അതുപോലെ തന്നെ അവർക്ക് കറി വെക്കുവാനായിട്ട് പരിപ്പ്, അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ സംവിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടെത്തിച്ച് അവർക്ക് വിതരണം ചെയ്തു. ഒത്തിരി ഈ കൊറോണ ഒക്കെ പിടിച്ച് ആളുകളെല്ലാം വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നതിൽ ഞങ്ങളേറെ അഭിമാനിക്കുകയാണ്. നമസ്തേ, എൻ്റെ പേര് ഫാദർ മൈക്കിൾ ചെറിയാത്ത്. ഞാൻ ചെറുപുഷ്പ സഭയിലെ ഒരംഗമാണ്. പാലാരൂപതയിലെ മണിയംകുന്ന് ഇടവകയിലെ ചെറിയാത്ത് കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ. 1976 എൻ്റെ ഞാൻ പട്ടം സ്വീകരിച്ചത്. 76 തന്നെ ഞാൻ മിഷൻ പ്രവർത്തനത്തിനായി ഗോരഖ്പൂരിലേക്ക് പോന്നു. അന്ന് അത് ബനാറസ് രൂപതയുടെ ഒരു ഭാഗമായിരുന്നു. അവിടെ പലതരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളും മറ്റ് ജോലികളും ചെയ്തു. 2003 ഞാൻ നേപ്പാളിലേക്ക് പോന്നു. നേപ്പാളിൽ വന്നതിന് ശേഷം ആരംഭം മുതൽ ചപ്പാങ് എന്ന് പറയുന്ന നേപ്പാളിലെ ഒരു ആദിവാസി ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ജോലി തുടരുന്നു. ഞാൻ അവരുടെ വീടുകളിൽ, പലരുടെയും വീടുകളിൽ പോവുകയും, വീടുകളെന്ന് പറഞ്ഞാൽ അടുത്തൊന്നുമല്ല,
പലപ്പോഴും ഒരു 6-7 മണിക്കൂർ നടന്നിട്ട് മലമുകളിലാണ് ഇവരുടെ വീടുകളൊക്കെ. അങ്ങനെ ചില വീടുകളിലെങ്കിലും പോയി സന്ദർശിക്കുകയും ഇവരെക്കുറിച്ചുള്ള കിട്ടാവുന്ന പുസ്തകങ്ങളും മറ്റ് അറിവുകളും ഞാൻ ശേഖരിക്കുകയും ചെയ്തു. ഇവരെക്കുറിച്ച് പറഞ്ഞാൽ നേപ്പാളിൽ 59 ആദിവാസി ഗ്രൂപ്പുകളുണ്ട്. 59നെ 5 തിരിച്ചിട്ടുണ്ട്, 5 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്, 5 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ആ കാറ്റഗറിയിൽ ഏറ്റവും താഴെയുള്ളത് അറ്റ് ദ സ്റ്റേജ് ഓഫ് എക്സ്റ്റിങ്ഷൻ, അങ്ങ് തീർന്നു പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. അതിനകത്തൊരു ഉദാഹരണമാണ് കുസുണ്ട. താഴെയിൽ നിന്ന് രണ്ടാമത്തേതാണ് ഹൈലി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. ഈ ചപ്പാങ്ങുകൾ ഹൈലി മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ വിദ്യാഭ്യാസപരവും വികസനപരവുമായ എല്ലാ മേഖലകളിലും അവർ പിന്നോക്കം നിൽക്കുന്നവരാണ്. അവർക്ക് വികസിക്കാൻ ഉള്ള സാധ്യതകളും പഠിക്കാനുള്ള സാധ്യതകളും വളരെ വിരളമായിരുന്നു. ഇവരുടെ വീടുകൾ വളരെ ഉയർന്ന, അതായത് 2500 മുതൽ 4500 വരെ ഫീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള കുന്നുകളിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. കുന്നുകളിലും വനത്തിൻ്റെ പ്രദേശങ്ങളിലും. വനത്തിൽ താമസിക്കാൻ ഗവൺമെൻറ് അനുവദിക്കുകയില്ല, പക്ഷേ വനത്തിൻ്റെ പ്രദേശങ്ങളിലാണ്, സമീപങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 2011 സെൻസസ് അനുസരിച്ചുള്ള ജനസംഖ്യ 68,399 ചെറിയൊരു ഗ്രൂപ്പാണ്. ഇവർ നേപ്പാളിലെ 77 ജില്ലകളിൽ 4 ജില്ലകളിൽ മാത്രമേ ഇവർ താമസിക്കുന്നുള്ളൂ. മഹാഭാരത റേഞ്ചസ് എന്ന് പറയുന്ന ഒരു മലനിരകളുണ്ട്. ആ മലനിരകളുടെ സമീപത്താണ് ഇവരുടെ താമസം. ഇവർ താമസിക്കുന്ന 4 ജില്ലകളുടെ പേര്: ഒന്ന് ചിത്തവൻ, രണ്ടാമത് മക്വാൻപൂർ, മൂന്നാമത് ഗോർഖ, നാലാമത് ദാദി. ഇതിൽ 78% പേരും ചിത്തവനും മക്വാൻപൂരിനും ഉള്ള ജില്ലകളിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ ബാക്കിയുള്ള 2 ജില്ലകളിലുള്ളൂ. ഏറ്റവും കൂടുതൽ ചപ്പാങ്ങുകൾ താമസിക്കുന്ന ജില്ല ചിത്തവൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങളും ഈ ചിത്തവനിൽ തന്നെ തുടങ്ങാമെന്ന് അക്കാലത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഈ ചപ്പാങ്ങുകളെക്കുറിച്ച് പറഞ്ഞാൽ വേറൊരു വിശേഷത, ഞാൻ ഇവിടെ വന്ന കാലത്ത് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒറ്റയാൾ മാത്രമേ ചപ്പാങ് കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഗ്രാജുവേഷനുള്ള 6 പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷനുള്ള 4 പേരോ മറ്റും ഉണ്ട്. അതുപോലെ ഗ്രാജുവേഷനുള്ള 10-24 പേരുണ്ട്. എന്നും വരികിലും ഇവർക്കിപ്പോഴും പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവരുടെ മേഖലകളിലില്ല. ഈ ഇത്രയും റിമോട്ട് അകലെയുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് പ്രൈമറി സ്കൂളുകൾ ധാരാളമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി സ്കൂളുകളുണ്ട്. പക്ഷേ പ്രൈമറി കഴിഞ്ഞുള്ള പഠനത്തിന് അവർക്കൊട്ടും സാഹചര്യങ്ങളില്ലായിരുന്നു. ഇനി ഈ പ്രൈമറി സ്കൂളിലെ പഠനം പോലും വളരെ അപൂർണമായിരുന്നു. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് അവരുടെ ആൾക്കാർ എന്ന് മോണിറ്റർ ചെയ്യാനോ നോക്കാനോ നിരീക്ഷിക്കാനോ ഉള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്നതുകൊണ്ട് അധ്യാപകർ വളരെ ചുരുക്കമായിട്ട് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നുള്ളൂ. പിള്ളേർക്ക് എഴുതാനും വായിക്കാനും 5ാം ക്ലാസ് പാസ്സായെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വായിക്കാനോ എഴുതാനോ പാടില്ലായിരുന്നു. അതായിരുന്നു സ്ഥിതി. 70% ചപ്പാങ് പിള്ളേരും 5ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ടാണ്. കാരണം അവർക്ക് വേറെ ഹൈസ്കൂളിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്. ചപ്പാങ്ങുകൾക്കായി ഒരു സ്കൂൾ സ്ഥാപിക്കാൻ മൈക്കിൾ അച്ഛൻ മുന്നിട്ടിറങ്ങുകയും അച്ഛൻ്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ചിറ്റവൻ ജില്ലയിൽ നവോദയ എന്ന പേരിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ചപ്പാങ് ഗോത്രത്തിലെ കുട്ടികൾക്ക് ഏറെ സഹായകരമായി മാറി. പക്ഷേ സ്കൂൾ തുടങ്ങാൻ എൻ്റെ ആഗ്രഹം അങ്ങനെ നിന്നതുകൊണ്ട് വാടക കെട്ടിടത്തിൽ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു സ്കൂൾ മാനേജിങ് കമ്മിറ്റി ഉണ്ടായി. ആ മാനേജിങ് കമ്മിറ്റിക്കാർ കുറേയൊക്കെ വീട് കണ്ടുപിടിക്കാനും പ്രത്യേകിച്ച് ലോക്കൽ സപ്പോർട്ട് എന്ന നിലയ്ക്ക് അവരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒന്നും സഹായിച്ചില്ലെങ്കിലും ആ ലോക്കൽ സപ്പോർട്ട് അവരുടേത് വളരെ ഗണ്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ സഹായത്തോടെ ഒരു വാടക വീട്, ഒരുവിധം സൗകര്യമുള്ള വാടക വീട് കണ്ടുപിടിക്കുകയും അതിനകത്ത് 2005 ഏപ്രിൽ 25 ഈ നവോദയ സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു.
അന്ന് 1ാം ക്ലാസ്സിലേക്കും 2ാം ക്ലാസ്സിലേക്കും ആയി 70 പിള്ളേരെ അഡ്മിറ്റ് ചെയ്തു. അവരെ എല്ലാവരെയും ഹോസ്റ്റലിൽ താമസിപ്പിച്ചു. അവർക്ക് ഭക്ഷണവും എല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സ്കൂളുകൾ ഓരോ വർഷവും ഓരോ ക്ലാസ് വാടക കെട്ടിടത്തിൽ ആവശ്യത്തിന് മുറികളില്ലായിരുന്നു കൊണ്ട് ഓരോ വർഷവും പുതിയ മുറികൾ, ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി പിള്ളേരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോഴേക്ക് സ്ഥലം മേടിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു നമ്മുടെ തന്നെ പേരിൽ. അതുകൊണ്ട് സ്ഥലം മേടിക്കാനുള്ള പൈസ ഒരു ഓർഗനൈസേഷനും തരികയില്ല. ആ പൈസ അതിനുള്ള ആവശ്യത്തിനുള്ള സാമ്പത്തികത്തിന് വേണ്ടി ഞാനൊരു വിദേശ യാത്രയൊക്കെ നടത്തി. അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി. നമ്മുടെ CSTയിലെ അച്ഛന്മാരുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി അവർക്ക് പരിചയമുള്ള ആൾക്കാരും പാരീഷിലെ മെമ്പേഴ്സിനെയൊക്കെ സമീപിച്ച് പൈസ സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ ആവശ്യത്തിന് കിട്ടി. ഫാദർ മൈക്കിൾ ചിറയത്തിൻ്റെ ശ്രമഫലമായി ചപ്പാങ് കുട്ടികൾക്കായി ആരംഭിച്ച ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂൾ ചപ്പാങ്ങിലെ പുതുതലമുറയ്ക്ക് വിദ്യ പകർന്നു നൽകി അവരുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ചപ്പാങ്ങുകളെ കൈപിടിച്ചുയർത്താൻ നവോദയ സ്കൂൾ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും 2-3 ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന ചപ്പാങ് ഗോത്രത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ ഇനിയും ഒരുപാട് സ്കൂളുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റിയുടെ നേപ്പാൾ മിഷൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് ഈ ചപ്പാങ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചപ്പാങ് വില്ലേജ് ഡെവലപ്മെൻറ്റ്, അവരുടെ പഠനം. അപ്പം നമ്മുടെ ഒരു മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവരെ കുറച്ചൊരു പുറം ലോകത്ത് ഇവർക്ക് സാധ്യതകളുണ്ടെന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഇവരിവിടെ തന്നെ വഴിയില്ല, ഇവരിവിടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഭക്ഷിച്ച് ജീവിച്ചു പോകുന്നു. അതല്ല, അതിനപ്പുറം ഇവർക്ക് കുറച്ച് സാധ്യതകളുണ്ട്. ഇവർക്ക് ഇനി വരും തലമുറയ്ക്ക് മുന്നോട്ട് വേറെ ജീവിത രീതി കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും വരും തലമുറ കുറച്ചും കൂടെ വളർന്നു വരുന്നതിനും വേണ്ടിയിട്ട്, ബൗദ്ധികമായിട്ട് വളർന്നു വരുന്നതിനും വേണ്ടിയിട്ട് കുറേ സാധ്യതകളുണ്ടെന്ന് നമ്മൾ മുഖേന അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചിന്താഗതി, ഒരു മിഷൻ എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്താണ് എന്ന് കണ്ടു മനസ്സിലാക്കിയത് നേപ്പാളിൽ വന്നതിന് ശേഷമാണ്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വികസനത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ഗ്രാമങ്ങളുടെ ഉമ്മറപ്പടി പോലും എത്തിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് നേപ്പാളിലെ ഗ്രാമങ്ങളെ തുലനം ചെയ്യുകയാണെങ്കിൽ ഒരു 70 വർഷക്കാലം മുമ്പ് എങ്ങനെയായിരുന്നോ നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങൾ, ഏതാണ്ട് അതേ ഒരു പശ്ചാത്തലവും സാഹചര്യവുമാണ് ഇന്ന് നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്നത്. ഒന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് മാറി ഉടുക്കാനില്ലാത്തൊരവസ്ഥ. ചാക്കെടുത്തോണ്ട് നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയണം, നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, കൗബീനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാൽ കൗബീനം ധരിച്ച് നാണം മറച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യർ ഇവരുടെ ഇടയിലുണ്ട്. ഇവരുടെ ഭക്ഷണക്രമം വളരെ പരിമിതമായ ഒന്നാണ്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ അവിടെ അച്ഛന്മാരുടെ കൂടെ ഒരാഴ്ച അവരുടെ വീടുകളിൽ പോയി താമസിച്ചപ്പോൾ രാവിലെയും ഇതേ ഭക്ഷണം, ഒരേ ഭക്ഷണം, കുറുക്കിയ ചോളപ്പൊടിയും മത്തൻ്റെ നാമ്പോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ചൊറിയണങ്ങ് എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ ഇലയൊക്കെയാണ് ഈ മനുഷ്യർ അവരുടെ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ സമൃദ്ധി എന്ന് പറയുന്നത് വലിയ സമൃദ്ധി തന്നെയാണ് ഇവരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു കമ്പാരിസൺ ഒന്നും നടത്തുകയല്ല. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പ്രവർത്തിക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷെ എന്നാലും ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരു കാര്യമുള്ളത് ഇതാണ്. നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നമ്മുടെ മുമ്പിൽ വിളമ്പി വെക്കുന്ന ഭക്ഷണ
ആഹാരങ്ങളോട് ഒരു സ്നേഹം, പരാതി പറയാതെ അത് കഴിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാതെ പോയ ചില നല്ല ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതി, ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഭക്ഷണമൊക്കെ പലപ്പോഴും പലയിടത്തും ഞാനും എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഓർക്കുക, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതെല്ലാം മറ്റുള്ള ആർക്കോ അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ലോകത്തിൻ്റെ പല ഇടങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ നമുക്ക് അവരെ ശുശ്രൂഷിക്കാം. ഒറ്റക്കൊമ്പുള്ള കണ്ടാമൃഗങ്ങളെ അധിവസിപ്പിക്കുന്ന ഇടങ്ങളായി ചിറ്റവൻ നാഷണൽ പാർക്ക് മാറിയപ്പോൾ അതിനകത്ത് വസിച്ചിരുന്ന താരു, തമാങ്, ചപ്പാങ് എന്നീ ഗോത്രങ്ങൾക്ക് കാടുകളിൽ നിന്നും പുറമ്പോക്ക് ഭൂമിയിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. ചിറ്റവൻ നാഷണൽ പാർക്കിൽ നിന്നും ആദ്യം കുടിയിറങ്ങിയ താരു, തമാങ് ഗോത്രങ്ങൾക്ക് നല്ല കൃഷിഭൂമികൾ ലഭിച്ചപ്പോൾ ചപ്പാങ് ഗോത്രത്തിന് ലഭിച്ചത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ചതുപ്പുകൾ ആയിരുന്നു. ഇത്തരം ചതുപ്പ് പ്രദേശങ്ങൾ പോലും ലഭിക്കാതെ വന്നവർ 1000 മുതൽ 3000 മീറ്റർ വരെ ഉയരങ്ങളിലുള്ള മലമുകളിലേക്ക് ജീവിതം പറിച്ചു നട്ടു. പരന്ന കാലുകളും വികാസം പ്രാപിച്ച ശ്വാസകോശവും ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയും മലമുകളിലെ ഏത് ദുർഘടം പിടിച്ച പാതയിലൂടെയും സഞ്ചരിക്കുവാൻ അവരെ പ്രാപ്തരാക്കി. നമ്മൾ ഈ പറയുന്ന ചപ്പാങ് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അരിയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കുന്ന, ഊഷ്മളതയോടുകൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ വില്ലേജിലെ ഏറ്റവും മനോഹരങ്ങളായ പുഷ്പങ്ങളെ കറുത്തെടുത്ത് അത് തന്നെ ഒരു ചെറിയൊരു നാരിൽ കോർത്തിണക്കി, അതുമല്ലെങ്കിൽ അവരുടെ തന്നെ ശൈലിയിലുള്ള ഇലകൾ കോർത്തിണക്കി അങ്ങനെയുള്ള പുഷ്പങ്ങളും ജമന്തിപ്പൂകൾ, അതേപോലെ അവരുടെ തന്നെ ഇടയിലുള്ള കാത്ത എന്ന് പറയും, ചെറിയൊരു അലങ്കാര തുണിയാണത്. അപ്പോൾ ഇവരുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മളെ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുക മാത്രമല്ല, അവരിൽ നിന്ന് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ, നല്ല ഗുണങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇവരിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവരുടെ ജീവിതശൈലിയിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ വെൽക്കമിങ് ആണ് എന്ന് ഞാൻ പറഞ്ഞു ഈ ഗോത്രവർഗ്ഗക്കാർ. അതേപോലെ തന്നെ നമ്മുടെ ഈ അതിഥികളെ ദൈവത്തെ പോലെയാണ് ഇവർ കാണുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ ഈ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മുഖവരെയും കൂടാതെ നമ്മളെ സ്വീകരിച്ച് അകത്തിരുത്തുകയും ഒത്തിരിയേറെ നമ്മുടെ കാര്യങ്ങളിൽ അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, പരിമിതങ്ങളാണ് ഇവരുടെ ജീവിത രീതി, ഇവരുടെ സാഹചര്യങ്ങൾ എങ്കിൽ തന്നെയും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് തരും. ഒത്തിരി ക്ലീനിനെസ് കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ. വൃത്തി നല്ലോണം കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ താമസിക്കുന്നിടത്ത് തന്നെ. അതേപോലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ.
ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പർവ്വതങ്ങളും നദികളും കൊണ്ട് സമ്പന്നമായ നേപ്പാളിൻ്റെ പുണ്യഭൂമിയിലെ ഞങ്ങളുടെ ചെറുപുഷ്പ വൈദികരുടെ കൊച്ചു ദേവാലയത്തിൽ നിന്ന് അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കുറേ വർഷങ്ങളായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികർ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ജോലി ചെയ്തു വരികയാണ്. എൻ്റെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലെ ഇവരുടെ കൂടെയുള്ള ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ജീവിതത്തിലെ ചില പുണ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്ന ഒരു പുണ്യം, സമ്മർദ്ദങ്ങളില്ലാതെ, യാതൊരുവിധ ടെൻഷനുമില്ലാതെ, ആകുലതകളില്ലാതെ ജീവിക്കുന്ന ഒരു കൊച്ച് ഗോത്രവർഗമാണ് ചെപ്പാങ്. അവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, ഉള്ളതിലെ മുഴുവൻ വിഷയങ്ങൾക്കും 0 മാർക്ക് കിട്ടിയാലും അതൊരു ഉത്സവമാക്കി മാറ്റുന്ന ഒരു പ്രതീതി ആ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു ശൈലി അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നാളുകളിൽ വെള്ളപ്പൊക്കം കൊണ്ട് പല വീടുകൾ നഷ്ടപ്പെട്ട ഒത്തിരിയേറെ ആളുകൾ അവരുടെ ഇടയിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അവരുടെ ഇടയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആളുകളെ കേൾക്കുന്നത് പോലെ വിലാപങ്ങളോ അല്ലെങ്കിൽ വേദനകളോ പൊട്ടിത്തെറികളോ ഒന്നും നമ്മൾ അവരുടെ ഇടയിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഒരു വീട് അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ സാധാരണ പോലെയുള്ള ഒരു വീട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടും. എനിക്ക് തോന്നുക സമ്പന്നതയിലാണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്കൊക്കെ നഷ്ടങ്ങൾ വരുമ്പോഴേക്കും ഒത്തിരിയേറെ പരിദേവനങ്ങളും പരാതികളും നമുക്കുണ്ടാകുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയില്ല. അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയും നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല. യാതൊരുവിധ ടെൻഷനും അവർക്ക് ജീവിതത്തെക്കുറിച്ച്, ഇടിവെട്ടിയാലും മഴ പെയ്താലും കൊടുങ്കാറ്റുണ്ടായാലും ഭൂമി കുലുങ്ങിയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ നാളുകളിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് രാഹത്ത് എന്ന് പറയും. അതായത് നമ്മൾ കൊറോണ കാലത്ത് അവർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊന്നും വകയില്ലാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ റിലീഫ് മെറ്റീരിയൽസ് അവരുടെ ഇടയിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഇടയായി. ഒത്തിരിയേറെ ആളുകൾ ഒരുമിച്ച് കൂടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ വരാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലർക്കൊക്കെ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഏകദേശം 60ഓളം ഗ്രാമങ്ങളിൽ 8500ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ റിലീഫ് മെറ്റീരിയൽസ് പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടങ്ങളിൽ നൽകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്രാമങ്ങളിൽ ഈ അരിയും സാധനങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടും ഒരു ഗ്രാമത്തിൽ വെച്ച് പോലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതി പറയുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ വിലപിക്കുന്ന ഒരവസ്ഥയോ ഒന്നും നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി മാത്രം. ഇത്രമാത്രം പുഞ്ചിരിക്കുന്ന ഒരു ജനസമൂഹത്തെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ജീവിതത്തിൽ എപ്പോഴും ആകുലതയില്ലാത്തവർക്ക് ഇങ്ങനെ ഹൃദയം തുറന്ന് ചിരിക്കാനായിട്ട് സാധിക്കും. അവരുടെ വീടുകളിൽ ചെന്ന് താമസിക്കുമ്പോൾ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി മാത്രമേ അവർക്ക് നമുക്ക് സമ്മാനിക്കാനായിട്ടുള്ളൂ. ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ അവർ പുലർത്തുന്ന മറ്റൊരു പുണ്യമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവരിൽ ആരെയെങ്കിലും ഒരാളെ നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും ആ മനുഷ്യര് അവരുടെ യജമാനന്മാരോട് കൂറ് പുലർത്താത്ത ഒരു സാഹചര്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്രമാത്രം കൂറുള്ള
ആളുകളാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം പഴയ കാലങ്ങളിൽ ഈ ഗൂർഖകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെ ഗൂർഖ റെജിം തന്നെയുണ്ട്. അത് ഈ നേപ്പാളിൽ നിന്നുള്ള ആളുകളാണ്. ഒരു അന്യ രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവർ ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നോ ആ ആൾക്ക് വേണ്ടി ജീവിതത്തിൽ അവരുടെ ജീവശ്വാസം നിലയ്ക്കുന്ന സാഹചര്യം വന്നാൽ പോലും നിലകൊള്ളാനായിട്ടുള്ളൊരു തുറന്ന മനോഭാവം ഈ പാവപ്പെട്ട ആളുകൾക്കുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് പുണ്യങ്ങൾ ഈ പാവപ്പെട്ട നല്ല ആദിവാസികളെന്ന് നമ്മൾ വിളിക്കുന്ന ഈ മനുഷ്യർക്ക് നമ്മോട് പറയുവാനായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ നേടിയാലും ഇവരുടെ ഇല്ലായ്മയിലെ ആ സന്തോഷത്തോട് തുലനം ചെയ്യാനായിട്ട് നമ്മുടെ ഉണ്മയെ കൊണ്ട് സാധിക്കുമോ എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആകുലതകളെ ഒഴിവാക്കാം. ഇതുപോലെ നഷ്ടങ്ങൾ ഒന്നും നമുക്ക് നഷ്ടങ്ങളായിട്ട് തോന്നാതിരിക്കട്ടെ. ഒരു ദിവസത്തെ വേദനയോ 2 ദിവസത്തെ ആകുലതകളോ അതിനപ്പുറത്തേക്ക് ആകുലപ്പെടാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. ജോബ് പറഞ്ഞില്ലേ, തമ്പുരാൻ തന്നു, തമ്പുരാൻ തന്നെ എടുത്തു. ആ ഒരു മനോഭാവമാണ് ഈ ആദിവാസികൾ, ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ നേപ്പാളിലേക്ക്. കഴിയുമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാസമെങ്കിലും ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വന്ന് ജീവിച്ച് അവരുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പുണ്യം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമെങ്കിൽ, പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുക നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ സാഫല്യമാകും. തമ്പുരാനോട് പ്രാർത്ഥിക്കാം, തമ്പുരാനെ ഇവരുടെയൊക്കെ നിഷ്കളങ്കത അങ്ങൊരിക്കലും എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കും ഇവർക്കുള്ളതുപോലെയുള്ള നിഷ്കളങ്കതയും സ്നേഹവും ഹൃദ്യതയും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.